എന്റെ ഫ്രോക്കിൽ പാമ്പ് കയറി പിടിച്ചോ? അറിയത്തില്ല. ഹലോ ഗൈസ്, കാൾമി ബിജിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പത്തനാപുരത്തുള്ള ഒരു ആറ്റിലായിരുന്നു ചൂണ്ടയിടാൻ കൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അനന്ത് ബ്രോയൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് വാഴയെ സ്പോട്ട് ചെയ്താണ് വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ചൂണ്ട അവിടെ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ അലയിൽ അത് കയറിപ്പോയിട്ടുണ്ട്. എടുക്കാനൊക്കെ കൊണ്ട് മരം കമ്പനി വെട്ടിയിടാക്കാനൊക്കെ കൊണ്ട് മരത്തിക്കൊണ്ട് കുരങ്ങന്മാരൊക്കെ പോകുന്നതിനോട്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഈ വരുന്നത് ഒരു പാമ്പിരിപ്പുണ്ട്. കാണാൻ പറ്റുമായിരിക്കും. എന്തോ ഒരു പാമ്പിൻ്റെ കുഞ്ഞ. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇനി മാറാൻ പോവാം. കഴിക്കാൻ പോവാതെ നോക്കിക്കേ. ഇതുണ്ടോ പൊതിയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ പൊറോട്ട 6 പൊറോട്ടയും 2 മുട്ടക്കറിയാണ് മേടിച്ച്. പിന്നെ നമ്മൾ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആ ഒരു സൈഡിൽ നമ്മൾ ചാരി വെച്ചിട്ടുണ്ട്. 6ൻ്റെ സൈഡിൽ തന്നെയാണിത്. 6ൻ്റെ സൈഡിൽ തന്നെയാണ്. ഇപ്പോൾ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാറയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അടിയൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ലൂറും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ കഴിച്ചിട്ട് ഇനി ബാക്കി നമ്മൾ വീഡിയോ എടുക്കാം. ഗൈസ്, നമ്മളാണെങ്കിൽ വേറൊരു സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈറ്റിലാണ് വന്നേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, അതിനകത്ത് അടിച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് എന്തായാലും 2 വരെല്ലാം കിട്ടാനുള്ള വകുപ്പുണ്ട്. അയ്യോ അളിയോ, ഒരു സീനുണ്ട് അളിയാ. അളിയോ, ഒരു സീനുണ്ട് അളിയാ. ഒരു സീനുണ്ട്. എൻ്റെ ഫ്രോക്കിൽ പാമ്പ് കയറി പിടിച്ചടാ. ആ ആ ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. എന്തോ ആവാന്ന് അറിയത്തില്ല. അതുകൊണ്ടോ അവിടെ കിടന്ന് വേട്ടയ്ക്കുക. ശേ, എങ്ങനെ എടുക്കൂളിയോ? ഇറക്കിയിട്ട് നോക്കട്ടെ. അറിയത്തില്ല. ഹലോ ഗൈസ്, നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അളിയാ, എവിടാ? ഗൈസ്, നമ്മളിപ്പോൾ ഒരു മീനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ വരുന്നത്. ചേർന്നലൊക്കെ എന്നാ പിന്നെ പിടിച്ചൊന്ന് അഴിച്ചെടുക്കാവോ? ഒരു ചിമ്മട്ടന ഒരു നാടൻ പാലല്ല കേട്ടോ, എൻ്റെ മന ഹെവി സാധനേ. പിടിച്ചാൽ നേരം കണ്ടേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പാലിച്ചിരിക്കും. ചുമ്മാ വെച്ചു. ഇട്ടോ ഇട്ടോ, നമ്മുടെ വരല. നമുക്ക് ഇന്ന് ഇതിനെല്ലാം വിൽക്കാം. ആരെ എൻ്റെ അതിനകത്ത് കിടപ്പുണ്ട്. പിടിച്ചേ. ഞാൻ ഏറ്റവും പുറകെ കുറേ കിടപ്പുണ്ട്. ആ, ഫസ്റ്റ് കുറേ കിടപ്പുണ്ട്. അല്ലെ ഏതെങ്കിലും ഉറക്കത്ത് കാണും. അതിനകത്തില്ലയോ? ഏതൊരു ഉറക്കത്ത് കിടപ്പുണ്ട്.
ഇത് നാടൻ വരാല എന്നാ ഉണ്ടോ? കിട്ടിയോ? വീഡിയോ ആണല്ലോ ഞാനിത് വീഡിയോ ആയിട്ടാക്കുവാണേ. വീഡിയോ അതിന്റെ ദേഹം മൊത്തം ഒരു ഇതുണ്ട്, ചെതമ്പലൊക്കെ ഇരിക്കുന്നുണ്ടോ? നല്ല ഹെവി എടുക്കാറുണ്ട്, കളിയും കാണിച്ചില്ല, ഹെവി എടുക്കാണ്. ഇക്കൊക്കെ വായിക്കത്ത് നല്ല രീതിക്ക് വരും. എങ്ങനെ എടുക്കുമെന്നാണ് എടുക്കില്ലാത്ത. തൂക്കി പിടിച്ച് എന്തോ അടിച്ച കഥ പറയുന്നോ? ഹോൾഡ് ചെയ്ത് ആ കൈ മൊത്തം നാറും. ഇപ്പൊ തന്നെ ഇവിടെ കച്ചവടം മിക്കവാറും വേണേ ഇപ്പൊ തന്നെ ഇവിടെ കച്ചവടം ആക്കി വിടാണ്. വരാൻ പറ്റുന്നില്ലേ? എൻ്റെ മോനെ എന്തൊക്കെ എന്നാ നോക്കി അല്ല കിട്ടുന്ന ഒരു മോതലാട്ടോ. ശരി സാധനം. അപ്പം വരാനെല്ലാം കളിച്ചു. എവിടെയാടാ ക്യാമറ ഒക്കെ ഇരിക്കുന്നത്? കിട്ടേ കഴിച്ചു ഇങ്ങോട്ട് കിട്ടിയിട്ടാ കേട്ടോ. എവിടെയെങ്കിലും കിട്ടിയത്. സെൻറ്ററിൽ കിട്ടിയിട്ടാ. അപ്പോൾ നമ്മളടുത്ത ഒരു ഇത് പോകുന്ന ഇനി വീഡിയോ ഇനി അങ്ങനെ അടുത്താണ് വന്ന അടുത്ത കേസ് നമുക്ക് അടുത്തൊരു വരയെല്ലാം കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു വരയിൽ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേസ്. നമ്മൾ തന്നെ നമുക്ക് അടുത്തൊരു ഷോട്ട വരയല്ല നമ്മൾ കയറിയിരിക്കുന്നത്. നമുക്ക് അടുത്ത് അഴിച്ചതിനകത്തിട്ടേക്ക്. അതൊരു കുഞ്ഞിനാ കേട്ടോ. നമ്മൾ അവനെ അങ്ങോട്ട് ഇടുകയും അവൻ കൊണ്ടുവരികയും കൂടെ ആയിരുന്നു. എല്ലാം എളുപ്പമാട്ടോ. രണ്ടാമത്തെ ഇന്നൊരു ബെറ്റുണ്ട്. നമ്മൾ ഇന്ന് ബെറ്റ് ആളിനെ ഇന്ന് ജയിപ്പിക്കും. 10 രൂപ നമ്മുടെ സുഹൃത്തുമായിട്ട് ഒരു ബെറ്റ് വെച്ചാണ്. ഇന്ന് 4 മീൻ അടിക്കുന്നതാണ് പറഞ്ഞത്. ബെറ്റിന് വേണ്ടിയുള്ള കളിയാ. ഞാനിപ്പോൾ 2 എണ്ണം പിടിച്ചിട്ടുണ്ട്. മിക്കവാറും 4 എണ്ണത്തിനെ ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചേ. 4 എണ്ണത്തിനെ ഞാൻ തന്നെ പിടിച്ചു കൊടുക്കുന്നതെന്ന്. ഹലോ ഗൈസ്, നമ്മൾ മറ്റേ മീനോ? നമ്മൾ 2 മീൻ അടിച്ചിട്ടുണ്ട്. അടുത്ത മീൻ അടിക്കാനെ കൊണ്ട് നമ്മൾ പിന്നെ സ്പോട്ടിലോട്ട് പോവാണ്. നമുക്ക് നോക്കാം അടുത്ത് അങ്ങനെ അടിക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഭയങ്കര കാടാണ് ഗൈസ് ഇവിടെ മൊത്തം. നമ്മൾ ഈ കാട്ടിൽ കൂടെ കയറി പോന്നെ. നമുക്ക് ലക്ക് ഉണ്ടാക്കി നമ്മൾ അടുത്തന്നെ ഇപ്പോൾ അടിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. നല്ലൊരു സൈസ് മീനായിരുന്നു കയറി. ഇവിടം വരെ വന്നിട്ട് അത് പോയി. നമുക്ക് നോക്കാം. അത് നമുക്ക് പോയി. അല്ല ഇവിടെ ആണെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ വരലിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ ഈ ഒരു ഏരിയയിൽ. അല്ല, വരാലിൻ്റെ കുഞ്ഞുങ്ങൾ. മുതു സാധനം ഉണ്ടായിരുന്നു കേട്ടോ.
അടിക്കുക, അത് അവൻ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാ. ഓ അളിയൻ്റെ ചൂണ്ടൊക്കെ അത് അടിച്ചതല്ലേ അത് രണ്ടു വട്ടം. അടിച്ചു അടിച്ചു. ഓ എൻ്റെ തമ്പുരാനെ. അടിച്ചില്ലടാ, വീഡിയോ പോലും. റോഗ് വിരിഞ്ഞെങ്കിൽ ഒക്കെ ഉണ്ട്. അടിച്ചോ മോനെ കളി വന്നോണേ, വന്നോണേ, എവിടോട്ട് നിന്നോണേ, ഫ്രണ്ടിലോട്ട്. പിടിച്ചു കിട്ടി, പിടിച്ചു കിട്ടി, പിടിച്ചു കിട്ടി. എൻ്റെ തമ്പുരാനെ, വേട്ടൊരു ലജൻഡ് സാധനം കൂടി. പക്ഷെ എൻ്റെ മോനെ മിസ്സായി പോയ സാധനം കിട്ടിയേ. ഓ ഗൈസ്, ഒരു അന്യായ സാധനം ഗൈസ്, അടിപൊളിയായിട്ട് ഗൈസ്. വിജയ് എന്ന് പറഞ്ഞ ഇതാണ് വിജയ്. ഒരു സിമെന്റ് സാധനം കുറേ നേരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്ട്രൈക്കാണ്. എനിക്കും വീട്ടിൽ മാറി മാറി സ്ട്രൈക്കിട്ട് അവസാനം കിട്ടിയ മുതൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം സാധനം കേട്ടോ. ജീവിതത്തിൽ ഇതൊക്കെ മറക്കാൻ പറ്റില്ല അല്ലേ? അടിപൊളി, ഒരു അടിപൊളി ഇറങ്ങിയ വേട്ട. കാരണം രാവിലെ വെളുപ്പിന് ഇറക്കമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സാധനം, ഇത്രയും ഒരു മുതൽ. ഈ ഒരു മുതൽ കൊണ്ടോ എൻ്റെ മോനെ, ഇതാണ് മോനെ വേട്ട എന്ന് പറഞ്ഞ കേട്ടോ. ഒരു കിഡിലിൻ്റെ സൈസ് എങ്ങനെ പോയാലും 1.5 kg വരുന്ന ഐറ്റം സാധനം. എൻ്റെ പൊന്നോ, ഹെവി മുതൽ. റോഗ് വിരിഞ്ഞെങ്കിൽ ഓക്കെ വരെ. എൻ്റെ മോനെ കിഡിലിൻ്റെ ഫൈറ്റേ, ബീത്തിന് അടിച്ചേറ്റാണേ. ആ കയറ്റി 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 പിടിച്ചു കിട്ടി, പിടിച്ചു കിട്ടി. തൂക്കി നോക്കണത്, തൂക്കണം ഇപ്പോഴോ? അത് പിന്നെ തൂക്കിയാ പോരെ? ആ ചാക്കിലിട്ടിട്ടങ്ങ് തൂക്കാം. അയ്യോ, സ്നേഹിക്കഡ് എന്നൊക്കെ പറഞ്ഞ ഇതാ സ്നേഹിക്കഡ് ഫിഷ്. ഒരു മൊത്തത്തിൽ സാധനം പറയാം. അപ്പോൾ കേസ് നമ്മളാണെങ്കിൽ ചൂണ്ടയൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ആറ്റിലോട്ടായിരുന്നു ചൂണ്ടയിടാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം വാഹയുടെ നല്ല ആക്ടിവിറ്റി ഒക്കെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ കണ്ടത്തിലോട്ടൊക്കെ ഇറങ്ങി. ആദ്യം നമ്മൾ 2 വരാലിനെ അടിച്ച് കയറ്റിയായിരുന്നു. അത് നമുക്ക് ഒരെണ്ണം മിസ്സായിരുന്നു. പിന്നെ അവസാനം പോയി സ്പോട്ടിൽ നമ്മൾ ലെജൻഡ് വരാലിനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 1.5 കിലോ 2 കിലോ അടുപ്പിച്ച് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഒരു പുതിയൊരു കിടു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.